സഹോദരി സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൻ്റെ ഓദാശയോടും സമർപ്പണ ശുശ്രൂഷയോടും അനുബന്ധിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി അതിൻ്റെ മുഖ്യ കാർമ്മികനായി നാട്ടിൽ നിന്നും ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വന്നു. സന്ധ്യയ്ക്ക് നന്ദി നമസ്കാരത്തിന് ശേഷം വിശുദ്ധ കുർബാനയോട് അർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു ചെറിയ സമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി കാതോലിക്ക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമാണ് ഷിക്കാഗോ വരികയും ഇവിടെയുള്ള 4 ഇടവുകൾ ഒന്നിച്ച് സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ധന്യ നിമിഷമാണ്. അതിനോടനുബന്ധിച്ച് 4 ഇടവകളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു ചേർന്ന പരിശുദ്ധ പിതാവിന് ആശംസകൾ അർപ്പിക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണം ഉടനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാഴും കൈമുട്ടും താഴെ ബേസ്മെൻറ്റിൽ എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവുള്ളൂ എന്ന കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. Sarah Samuel. Everyone knows me as Billy. I grew up in this church from my childhood, and today is a very happy moment for our parish today. And I'm very honored to have this opportunity and to be your MC tonight. On behalf of Reverend Father Ham Joseph, Reverend Deacon George Bullitor, the Managing Committee, and all the members of our parish, I would like to welcome you to St. Thomas Monaco Orthodox Church of Chicago. Now we will start our reception tonight with the welcome speech from Reverend Father Ham Joseph. He has been the vicar of St. Thomas Orthodox Church since 2008. ത്രിയേക ദൈവത്തിന് സ്തുതിയുമാകട്ടെ. എന്മനമേ ഭവേ വാഴ്ത്തുവിൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഭവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ക്രിസ്തുവിനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളെവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ക്ഷമാപണത്തോടുകൂടി തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടത്തുകയാണ്. കാരണം സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വന്ന ഉടനെ തന്നെ ഒരു സ്വീകരണം, അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന, വീണ്ടും ഒരു മീറ്റിംഗ് കൂടെ ക്രമീകരിച്ചിരിക്കുകയാണ്. തിരുമേനിയുടെ ക്ഷീണവും പ്രയാസവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയെങ്കിലും ഞങ്ങളുടെ ഷിക്കാഗോയിലുള്ള എല്ലാ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഭക്തിയാത്രകളും സ്നേഹവും പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരമായതുകൊണ്ട് തിരുമേനി ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പൗരസ്ത്യ കാതോലിക്കായ മലങ്കര മെത്രോപൊളിത്തയുമായ പരിശുദ്ധ മോറൻ മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിവ്യൻ കാതോലിക്ക ബാബ തിരുമേനി, കടനാട് ഭദ്രാസനാധിപനും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സെക്രട്ടറിയും വൈദിക സെമിനാരി പ്രൊഫസറുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിയോസ് തിരുമേനി, ഭദ്രാസനാധിപനും ഇടവക മെത്രോപൊളിത്തായും നാഗപൂർ സെന്റ് തോമസ് സെമിനാരിയുടെ മുൻ പ്രൊഫസറുമായ അഭിവന്യ അലക്സിയസ് മാർ ലൂസേവിയസ് തിരുമേനി, കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഷിക്കാഗോയുടെ പ്രസിഡന്റ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്കപ്പനമ്പലച്ചൻ, ബഹുമാനീയനായ കുര്യൻ തോട്ടുപറമ്പ് എപ്പിസ്കോപ്പ അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഷിക്കാഗോ എന്ന മഹാനഗരത്തിന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭ നിമിഷമാണ്, അത് ധന്യ നിമിഷമാണ്. ഭക്തിമാന്മാരുടെ നാഥൻ അധിവസിക്കുന്ന പരിശുദ്ധ സഭയുടെ വാതിലന്തരവനമായ മലങ്കര മക്കളുടെ ചക്രവർത്തി, പ്രാർത്ഥന നിരതനായ അത്യുന്നതന മഹാപുരോഹിതൻ, താഴ്മയുടെ നിറകുടം, സാധാരണക്കാർക്ക് പ്രാപ്തിനായ മഹാപുരോഹിത ശ്രേഷ്ഠൻ, നിഷ്കളങ്കതയുടെ സൗകുമാര്യവും സൗന്ദര്യവും നിറഞ്ഞ സൂര്യ തേജസ്, അപരന്മാർക്ക് അപ്രാപ്യനായ ക്രാന്തദർശി, തലച്ചോറെടുത്ത് ചെരുപ്പിനടി വയ്ക്കാൻ ആഗ്രഹിക്കാൻ ഞാൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും ഞാൻ പഴയ ജാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സഭയുടെ മെത്രാപോലിത്തയെ തുടരുകയില്ലെന്നും
ഒരു നായ പോലെ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വെണ്ണാട് ബദിനിയിലെ അലക്സാന്ദ്രസ് മാർ ദേവോദീസസ് മെത്രാപ്പൊലീത്തായുടെയും ആത്മാവ് ഉള്ളിൽ ആവഹിച്ച ധീര നേതാവ്, അങ്ങയ്ക്ക് ഞങ്ങളുടെ 1000 പ്രണാമം. എൻ്റെ മനസ്സിലേക്ക്, ഈ ഇടവകയുടെ ഹൃദയത്തിലേക്ക്, ഷിക്കാഗോയിലെ ഓർത്തഡോക്സ് സഭാമക്കളുടെ ആത്മാവിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. അങ്ങനെ പാതാളങ്ങളിൽ ഈ ഇടവകയിലെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ പൗരോഹിത്യ പദവിയിൽ 25 വർഷം പിന്നിട്ട വന്യപിതാവ്, സഭ എപ്പിസ്കോപ്പൽ സിനോഡ് സെക്രട്ടറി, 2016 6ാം മാർത്തോമ അവാർഡിന് അർഹൻ, അശരണരും ആലംബഹീനരുമായ മനുഷ്യ ജീവിതങ്ങൾക്ക് മുമ്പിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കലവറ സൃഷ്ടിച്ച മനുഷ്യസ്നേഹി, കർമ്മധീരനും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള വ്യക്തിത്വം, സ്വതസിദ്ധമായ പ്രവർത്തന ശൈലി കൊണ്ട് വേറിട്ടൊരു ബാന്ധാവ് തെളിയിച്ച വ്യക്തി, റഷ്യയിലെ കെനിൻഗ്രാഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം, റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും MTH-ഉം PhD-യും, പായുടെ പര്യായമാണ് അഭിമന്യ സേവകസ് തിരുമേനി, പ്രാർത്ഥനയുടെയും പ്രതിഷ്ഠയുടെയും പ്രവർത്തനത്തിന്റെയും പര്യായം. അദ്ദേഹം തുടക്കം കുറിച്ച കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. പ്രതീക്ഷാ ഭവൻ കൂത്താട്ടുകുളം, പ്രശാന്തി ഭവൻ കളയിരിപ്പ്, പ്രത്യാശാ ഭവൻ സൗത്ത് പ്രമാടം, പ്രതിഭാഭവൻ കുന്നക്കൽ ആൻഡ് നെല്ലാടം, പ്രധാന കോലഞ്ചേരി, പ്രമോദം അന്നദാന പദ്ധതി, പ്രസന്നം, പ്രഭാതനം, പ്രഭാതം, പിറവം, പ്രശാന്തം, പെരുവ, പ്രാപ്തി കോലഞ്ചേരി, പ്രയോജന കോലഞ്ചേരി, പ്രവാഹം, പ്രബോധനം. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെമിനാരി ജീവിതത്തിൽ ഞങ്ങളുടെ മാതൃകാ ജീവിതം, ബഹുമാനപ്പെട്ട നിങ്ങളുടെ അഭിമന്യ പിതാവ് അഭിമന്യ മാത്യൂസ് മാർ സേവകസ് തിരുമേനിക്ക് ഷിക്കാഗോയിലേക്ക്, ഈ ഇടവകയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ എല്ലാ പ്രണാമങ്ങളും സ്വാഗതവും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഏഴാങ്കടലിനക്കരെ ഏഴാങ്കടലിനക്കരയായ ഈ മണ്ണിലെ ഓർത്തഡോക്സ് വിശ്വാസിയുടെ ഹൃദയസ്പന്ദനം തിരിച്ചറിഞ്ഞ പിതാവ്, ഇവിടുത്തെ യുവജനതയുടെ വികാരവും വിചാരവും തിരിച്ചറിഞ്ഞ് അവരെ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സഭയുടെ ഭാവി വാഗ്ദാനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നതിനു വേണ്ടി ക്രാന്തദർശനത്തോടുകൂടി കർമ്മനിരതനായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭദ്രാസന മെത്രാപ്പൊലീത്ത, സഭയ്ക്കും ഭദ്രാസനത്തിനും അഭിമാനാർഹമായ അനേകം കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച് വിജയപ്രാപ്തിയിൽ എത്തിക്കുവാൻ ഓജസ്സും തേജസ്സുമുള്ള പിതാവ്, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന നാട്ടടിയും, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഡിഗ്രി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLB, സെന്റ് പീറ്റേഴ്സ് പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ബാംഗ്ലൂരിൽ MTH, ഡിപ്ലോമ ഇൻ ബിബ്ലിക്കൽ ജോഗ്രഫി ഫ്രം ടാൻഡൂർ എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജെറുസലേം, റിസർച്ച് സ്റ്റഡി ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് ഫ്രം ഫെഡറിക് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റി ജർമ്മനി, ഫോർമർ ഫാക്കൽറ്റി മെമ്പർ ഓഫ് സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി നാഗപ്പൂർ. വചന തേജസ് എന്ന ഞായറാഴ്ചയുടെ പ്രഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകത്തിന്റെ രചയിതാവ്, സൗത്ത് വെസ്റ്റ് ഡയസസ് ഓഫ് അമേരിക്കയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ പ്രിയ പിതാവിന് സ്വന്തം ഭവനത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെയും നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. Father Augustine Palakaparampil, Vicar General of St. Thomas Sierra Malabar Catholic Diocese of Chicago, Vicar of Marthamas Leha Sierra Malabar Cathedral Melbourne, former professor in Department of English at St. Thomas College Palay, former principal of Devamada College Kuruvilangad, doctorate in English language and literature. ഈ വർഷത്തെ ഷിക്കാഗോ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ, എല്ലാവർക്കും അച്ഛനെ അറിയാം. അദ്ദേഹത്തിന്റെ വിനയ താഴ്മയും സ്നേഹവും എല്ലാവരും അനുഭവിച്ചും രുചിച്ചും പറഞ്ഞിട്ടുള്ളതാണ്.
ഞങ്ങളെ സ്നേഹിക്കുകയും ഇന്ന് ആ ദേവാലയത്തിന്റെ പെരുന്നാളിന്റെ മുഹൂർത്ത നിമിഷമൊക്കെ ആയിരുന്നിട്ടും വളരെയധികം വിപുലമായ കർമ്മപരിപാടികളുടെ ഒക്കെ മധ്യത്തിൽ അല്പസമയം കണ്ടെത്തി അഭിമന്യ പരിശുദ്ധ പിതാവിനെ അനുമോദിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റീൻ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ വികാരിയാണ് അച്ഛൻ. നാട്ടിൽ നിന്നും വന്നു ചേർന്നത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ജോൺ മത്തായി അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെ നാമത്തിൽ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോൺസൺ പകീസ് അച്ഛൻ പനയമാല മല്ലപ്പള്ളിയിൽ നിന്നും ഒരു ക്രിസ്തവ സന്ദർശനത്തിനായിട്ട് അമേരിക്കയിൽ വന്നതാണ്. അച്ഛൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ ന്യൂയോർക്കിൽ നിന്ന് വന്നുചേർന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഉപരിപഠനത്തിനായിട്ട് വന്നുചേർന്ന അച്ഛനാണ്. കാലം ചെയ്ത ഭാഗ്യസ്മരണായ പരിശുദ്ധ ദിദിമോസ് ബാബാ പിന്നീട് സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എൽദോ അച്ഛനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദാനിയേൽ ജോർജ് അച്ഛൻ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മെൽവുഡിന്റെ വികാരിയാണ്. ഏതാണ്ട് ഷിക്കാഗോയിലെ 3 നൂറ്റാണ്ടിന്റെ പതിറ്റാണ്ടിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന് ശക്തമായ നേതൃത്വം നൽകുന്ന അച്ഛൻ സ്നേഹത്തോടും കരുതലോടും കൂടി എപ്പോഴും പെരുമാറുന്നു. എല്ലാ ഇടവകളിലും എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിത്വത്തിന്റെ ഉടമ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഷിക്കാഗോയിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഈ മീറ്റിലേക്ക് ബഹുമാനപ്പെട്ട ദാനിയേൽ ദൂതത്തിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാത്യൂസ് ജോർജ് അച്ഛൻ ഡയസിസൻ കൗൺസിൽ മെമ്പറാണ്. അതോടൊപ്പം തന്നെ മദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അനേകം കാലങ്ങളായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഷിക്കാഗോയിലെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എപ്പോഴും എവിടെയും ഓടിച്ചെല്ലുന്ന യാതൊരു വ്യത്യാസം കൂടാതെ ഒരു മരണമോ മറ്റൊരാവശ്യമോ ഒരാശുപത്രിയിൽ ഒരാളായാലും എവിടെയും എത്തുന്ന രാത്രിയും പകലും ഒരുപോലെ യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹിച്ചു കരുതുന്ന ബഹുമാനപ്പെട്ട മാധ്യസ്ഥ അങ്ങേക്ക് ഈ മീറ്റിംഗിലേക്ക് ഈ ദേവാലയത്തിലേക്ക് ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം. ബഹുമാനപ്പെട്ട എലിച്ചാക്കോ അച്ഛൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട പോലും ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ ആദർശമാണ്, അവരുടെ സ്നേഹമാണ്. അവരെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ ഷിക്കാഗോയിലെ യുവജന പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകി ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും നിലനിർത്തുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന അനേകം കാര്യങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് എല്ലാം വിജയപ്രാപ്തിയിലെത്തിക്കുന്ന മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായ കുഞ്ഞുങ്ങളെയൊക്കെയും സ്നേഹഭാജനമായ ബഹുമാനപ്പെട്ട എലിച്ചാക്കോ അച്ഛന് സകലവിധമായ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഇടവകയിലേക്ക് മീറ്റിംഗിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ആവശ്യത്തിനെ പ്രതി, പ്രത്യേകിച്ച് എംഎസ് ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനെ പ്രതി അവിടുത്തെ അസിസ്റ്റന്റ് വികാരായിട്ട് വന്നിരിക്കുന്ന തെജി അബ്രഹാം അച്ഛൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അടിയുറച്ചുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പ്രാർത്ഥനാ വര്യനായ, അതോടൊപ്പം തന്നെ ഒരു നല്ല അധ്യാപകനായ, എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട തെജി അബ്രഹാം അച്ഛനെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം.കെ. തോമസ് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷിക്കാഗോയിലെ വൈദികരിൽ ഏറ്റവും മൂപ്പൻ. അച്ഛൻ്റെ സാന്നിധ്യം എവിടെയുമാണ്. എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പിൽ, എക്യുമെനിക്കലിന്റെ എല്ലാ പ്രോഗ്രാമിലും എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അച്ഛനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 50 വയസ്സിന്റെ നിറവിലും ഓടി നടന്ന് ഞങ്ങളോട് കൂടെ വരുന്ന ബഹുമാനപ്പെട്ട എം.കെ. തോമസ് അച്ഛൻ ഇവാറ്റിക്കൽ സഭയുടെ പ്രതിനിധിയാണ്. അച്ഛൻ്റെ സാന്നിധ്യം തന്നെ വളരെ സന്തോഷമാണ്. അച്ഛൻ്റെ പ്രായത്തിന്റെ ക്ഷീണത്തിനെയൊക്കെ മറികടന്ന ഈ സമ്മേളനത്തിലേക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് സ്നേഹവും ബഹുമാനം അർപ്പിക്കാൻ കടന്നു വന്നതിൽ വളരെ സന്തോഷം. എല്ലാ ആദരവോടുകൂടി വിനയത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു പെരിക്കട അച്ഛൻ എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ പ്രതിനിധിയാണ്. ഷിക്കാഗോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ OHലാണ് എല്ലാവർക്കും ഓർമ്മകൾ. എവിടെയും എപ്പോഴുമാണ്. ക്ലർജി ഫെലോഷിപ്പിന്റെ സെക്രട്ടറിയാണ്. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്.
അച്ഛൻ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. അച്ഛൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു എന്നോട് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വരുന്നു എന്നറിഞ്ഞ അന്ന് മുതൽ എപ്പോൾ വരുന്നു എയർപോർട്ടിൽ എപ്പോൾ വരും, എനിക്ക് പരിചയമുണ്ട്, തിരുമേനിയെ കാണണം, സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും സമയം കണ്ടെത്തി ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്ന ഈ ഷിക്കാഗോയിൽ 3 പതിറ്റാണ്ടിലേറെയുള്ള നല്ല സാന്നിധ്യമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു എടുക്കള അല്ലെങ്കിൽ റോയച്ചനെ എല്ലാ ബഹുമാനത്തോടും ഭക്തിയോടും കൂടി സ്വാഗതം ചെയ്യുന്നു. സോനുവച്ചൻ, ബഹുമാനപ്പെട്ട സോനുവച്ചൻ ഷിക്കാഗോ മാർത്തോമ ഇടവകയിലെ അസിസ്റ്റന്റ് വികാരിയാണ്. അച്ഛൻ്റെ സാന്നിധ്യം ആ ഇടവയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു വലിയ തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവുമെല്ലാം കുഞ്ഞുങ്ങളെ സഭയിൽ നിർത്തുവാനും അതുപോലെ തന്നെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ അച്ഛൻ വളരെ കാര്യങ്ങൾ ചെയ്യുന്ന അനേകം കാര്യങ്ങൾക്ക് ചുമതല ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സോനുവച്ചനെ എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഏബ്രാംസ് കറിയാച്ചൻ ഷിക്കാഗോ മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. ഒരു നല്ല പണ്ഡിതൻ, വളരെ ആഴത്തിൽ ചിന്തിക്കുവാൻ, കാര്യങ്ങൾ പറയുവാനും അതുപോലെ തന്നെ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. ഒരു സാധാരണ വ്യക്തി കാണുന്ന കാഴ്ചപ്പാടല്ല ഓരോ വിഷയത്തിനെ സംബന്ധിച്ച് അച്ഛനുള്ളത്. അല്പസമയം അച്ഛൻ്റെ കൂടെ നമ്മൾ ചിലവിട്ടാൽ അദ്ദേഹത്തിൻ്റെ വേദവസ്തു പഠിക്കാൻ, സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അച്ഛൻ്റെ സാന്നിധ്യം ഷിക്കാഗോയിലെ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ അസറ്റാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങളെല്ലാം അച്ഛൻ സകലവിധമായ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക്, മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട സോളമനച്ചൻ ലൊമ്പാട് മാർത്തോമ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. അങ്ങേയറ്റം കഴിവുറ്റ ഒരു വൈദികനാണ്. നല്ല പ്രസംഗം, കാര്യങ്ങൾ ശരിയായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ്, നല്ലൊരു സംഘാടകൻ, ഏതൊരു വലിയ കാര്യവും ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അച്ഛൻ്റെ സാന്നിധ്യം അങ്ങേയറ്റം വിലമതിക്കുന്നു. അച്ഛൻ സമയം കണ്ടെത്തി കടന്നു വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്ന എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോൺസൺ മുഖ്യകോണത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛൻ ഓർത്തഡോക്സ് ടിവിയുടെ CEO. ഈ പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് എപ്പോഴും നമ്മൾ ജോൺസൺ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റ് ഇടപെട്ടും ഫേസ്ബുക്കിലും എവിടെ നമ്മൾ ജോൺസൺ അച്ഛൻ്റെ ഫോട്ടോകളും അദ്ദേഹം എടുക്കുന്ന ഫോട്ടോകളും ഒക്കെ കാണുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിനെ കുറിച്ച്, നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ട്. അനേകം കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ച് സെമിനാരി പഠിച്ചു വന്ന മുതൽ ഇന്ന് വരെ അച്ഛൻ്റെ സമയം പണവും ഈ കാര്യത്തിന് വേണ്ടി അനേകമായിട്ട് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ അറ്റ്ലാന്റിൽ നിന്നും കടന്നു വന്നു. എല്ലാ ബഹുമാനത്തോടും കൂടി സ്നേഹത്തോടും കൂടി പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ ഈ മീറ്റിംഗിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട PI ജോയ് അറ്റ്ലാന്റിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും എല്ലാ ബഹുമാനത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെയും കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാനൊന്ന് മാറ്റിവെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും അന്യനായ പ്രിയപ്പെട്ട കുര്യൻ തൊട്ടുപുറം കോർപ്പസ്കോപ്പ അച്ഛൻ ഈ ഷിക്കാഗോയുടെ ആദ്യത്തെ വികാരിയാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സെന്റ് തോമസ് ഇടവകയ്ക്ക് മനോഹരമായ സൗകര്യപ്രദമായ ഒരു പള്ളി ഉണ്ടാകണമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ മറന്നുകൊണ്ടാണെങ്കിലും പള്ളിയിൽ വിശുദ്ധ ആരാധന വന്ന് സംബന്ധിക്കുന്നു, കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. തികഞ്ഞ ഒരു പണ്ഡിതൻ, ഭാഷാ പണ്ഡിതനാണ്. ഓർത്തഡോക്സിയുടെ വ്യക്താവാണ്. ഷിക്കാഗോയിലെ കണ്ട് അരനൂറ്റാണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും വിനയത്തോടുകൂടി ഒരു അനുജൻ എന്ന നിലയിൽ എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അച്ഛനെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആരെയും ഞാൻ ഒരു വൈദികരെ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ബഹുമാനപ്പെട്ട ജീസസ് അച്ഛൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയോടൊപ്പം യാത്ര ചെയ്ത് പരിശുദ്ധ ബാബ തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെയൊക്കെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ അങ്ങേയറ്റം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ഞങ്ങളുടെ എല്ലാവരുടെയും
എല്ലാ രീതിയിലുള്ള ബഹുമാനവും കൃത്യമായിട്ട് അർപ്പിക്കുകയും ഞാൻ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആരെങ്കിലും വൈദികരെ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും എനിക്ക് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് പെട്ടെന്ന് പറയട്ടെ. അനേകം പേര് മറ്റുള്ള സിസ്റ്റർ പാരിഷിൽ നിന്ന്, മറ്റുള്ള ഇടവകളിൽ നിന്ന് അനേകം പേര് കടന്നു വന്നിട്ടുണ്ട്. ഈ ഇടവകളിലുള്ള എല്ലാവരും, അതോടൊപ്പം തന്നെ നെയ്ബേഴ്സായിട്ടുള്ള അനേകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഷിക്കാഗോയിലുള്ള അനേകര്, അതുപോലെ തന്നെ മീഡിയ ആൾക്കാരുകൾ ഈ പള്ളിയുടെ മനോഹരമായിട്ടുള്ള ദേവാലയം കാണുവാനും ഈ ശുശ്രൂഷകൾ കാണുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ മുതിർന്നവർ, ചെറുപ്പക്കാർ എല്ലാവരെയും ദൈവനാമത്തിൽ, സെന്റ് തോമസ് ഇടവകയുടെ നാമത്തിൽ ഞാൻ ഭാരതവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉപഹാര സമാഹാരമാണ് അടുത്ത വിഷയം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ഉപഹാരം അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് പൂവത്തൂർ ശമാശനാണ്. ഈ മനോഹരമായിരിക്കുന്ന ദേവാലയത്തിലെ പരിശുദ്ധ പിതാക്കന്മാരോടൊന്നിച്ച്, ഈ വൈദികരോടൊന്നിച്ച് ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 45 ദിവസമായി ഊണില്ലാതെ, ഉറക്കമില്ലാതെ രാവിലെ 6 മണിക്ക് ദേവാലയത്തിൽ വരും, രാത്രി 11 വരെ ഇവിടെ ചെലവിടും. ഇവിടുത്തെ പണിക്കാരോടൊപ്പം നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ദോഷം കൊള്ളും, പലരോട് വഴക്കുണ്ടാക്കും, സ്നേഹത്തോടുകൂടി വിളിക്കും, മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി എല്ലാ കാര്യങ്ങളിലും സ്വന്തം അമ്മയെ പോലെ, സ്വന്തം കുഞ്ഞിനെ പോലെ, സ്വന്തം എന്ന് കരുതി. കാരണം ഈ ഇടവകയുടെ ഈ വന്യപിതാവിനോടൊപ്പം ഇതിന്റെ ഒരു ആരംഭക്കാരനാണ് അദ്ദേഹം. ഈ ഇടവകയുടെ ഒരു പര്യായം കൂടിയാണ്. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. എല്ലാ പിതാക്കന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകുന്ന വ്യക്തിത്വമാണ്. സാമ്പത്തികമായും ശാരീരികമായും അദ്ദേഹത്തിന്റെ കഴിയുന്ന എല്ലാ രീതിയിലുമുള്ള എല്ലാ കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ഇടവകയുടെ മാത്രമല്ല, ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ ശക്തിയാണ്. ഇന്ന് ഈ ജൂലൈ മാസം 2-ാം തീയതി സിറ്റി ഓഫ് ഷിക്കാഗോ കാതോലിക്ക ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇല്ലിനോയിലെ ഗവർണർ ഒരു റെസൊല്യൂഷൻ ഇപ്പോൾ ഒപ്പിട്ട് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ സംസ്ഥാനത്തിന്റെ അതിഥിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതും ചെയ്തതുമെല്ലാം ബഹുമാനപ്പെട്ട ശമാശനാണ്. എന്താണ് ഇനി ഇതിൽ കൂടുതലായിട്ട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഏതാണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ സന്തോഷത്തിന്റെ ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. 7 വർഷമായി ഒരു പള്ളിയുടെ പ്ലാൻ ത്രോണോസിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനാണ് ഞാൻ. അതോടൊപ്പം തന്നെ കുർബാനയിൽ വന്ന് കൈകൊപ്പി നിന്ന് 2 ത്രോണോസിന്റെയും വലിയ ത്രോണോസിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ശമാശൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു മനോഹരമായ, ഇതിനേക്കാളിലും അതിശ്രേഷ്ഠമായ മനോഹരമായ ഒരു ദേവാലയം പണിവാനാണ് ഷിക്കാഗോ സെന്റ് തോമസ് ഇടവക ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല. അതൊരു നൊമ്പരമായി, വേദനയായി. പലരും പള്ളിപ്പണി എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പുച്ഛമുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ദൈവം ഒരു വഴി കാണിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ഒരിക്കലും വാതിൽ അടച്ചു കളയുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കണ്ണീരൊരുക്കി എല്ലാവരും പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമാണ് ശമാശിനി ദേവാലയം കണ്ടുപിടിച്ചത്. ഈ ദേവാലയം വന്ന അദ്ദേഹം രാത്രി കണ്ടു. പിറ്റേ ദിവസം ഞായറാഴ്ച എന്നോട് പറഞ്ഞു, വെച്ചാൽ നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടാം, ഒരു മീറ്റിംഗ് കൂടാം. എല്ലാവരും കൂടി ഞങ്ങൾ പറഞ്ഞു, ഒരു പള്ളിയുണ്ട് അടുത്ത് തന്നെ, നമ്മുടെ പള്ളിയുടെ അടുത്തൊരു പള്ളിയുണ്ട്, നമുക്കതൊന്ന് പോയി കാണാം. എല്ലാവരും ഇവിടെ വന്ന് കൈമുത്തിന് ശേഷം ഇവിടെ വന്നു, ഈ പള്ളി തുറന്ന് കണ്ടു. ഇവിടെ വെച്ച് തന്നെ എല്ലാവരും പറഞ്ഞു, എന്ത് വിലയാണ് അവർ ചോദിക്കുന്നത്, നമുക്ക് ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞ് ശമാശനെ ചുമതലപ്പെടുത്തിയാണ് ഇവിടെ നിന്നും പോയത്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു വില നിശ്ചയിച്ച് ആദ്യം പറഞ്ഞത് അവരോട്. പിന്നീട് എല്ലാ കാര്യങ്ങളും ഏതാനും ദിവസങ്ങൾക്കകം നടക്കുകയുണ്ടായി. തമ്പുരാന്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ, കരുതലിന് മുമ്പിൽ ഒന്നുമല്ലാത്ത ഞങ്ങൾ തലകളെ വണങ്ങുന്നു. ബഹുമാനപ്പെട്ട ശമാശനി സമയത്ത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ഉപഹാരം അർപ്പിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് തുടർന്ന് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാവരും പേരുകളായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വളർത്തിയെടുക്കുമെന്ന് ദൈവം നമ്മളെ വളർത്തി അനുഗ്രഹിക്കുന്നു.
കാതോലിക്ക ബാബാജിനെ പ്രിയനായ സെവേറിയസ് തിരുമേനി, വന്യനായ തോട്ടുള്ള മാന്യരായ വലിയ സഭാമനുഷ്യനും ചേർന്ന് കർത്താവിനെ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത ഷിക്കാഗോയിലുള്ള 4 ഓർത്തഡോക്സ് ചർച്ചസും ആൻഡ് ഓൾ അതർ Christian denominations, Malayali Christian denominations together welcoming the Catholicos of the Malagara Orthodox Church. And this meeting is convened specially for them. Day after tomorrow, on Friday evening and Saturday, we have the long service of the consecration. And immediately after the consecration, there will be a meeting. We express the thanks to the Almighty God for giving us this beautiful, iconically decorated, spacious, traditional church. And also we express thanks to the people who work hard for this great venture. This meeting especially for honoring the Catholicos who is visiting first time after took charge as the Catholicos of the church. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മുടെ ബാബാതിരുമേനിയുടെ പേരറിയാമോ? You know the name of our Catholicos? You must know that. He is the supreme head of the Malagara Orthodox Church. The Malagara Orthodox Church, the supreme head of the Malagara Orthodox Church is known as Catholicos. Some other Orthodox churches, they call the supreme head of the church Pope. You know, the Coptic Church, the supreme head or the primate of the church is known as പോപ്പ്. നിങ്ങൾക്കറിയത്തില്ലേ കോപ്റ്റിക് ചർച്ചിൻ്റെ ധാര ബാബാതിരുമേനി എന്നുള്ളതിന് പകരം കാതോലിക്കോസ് എന്നുള്ളതിന് പകരം അവർ ഉപയോഗിക്കുന്ന ടൈം ഉണ്ടാവും പോപ്പ് എന്നാണ്. But some other Orthodox church, Russian Orthodox Church or Brazilian Orthodox Church and other Orthodox churches, they call the Pope or the supreme head Patriarch. The term Pope or Patriarch or Catholicos are interchangeable terms. നമ്മുടെ സഭ കാതോലിക്കോസ് എന്ന അർമേനിയൻ ഓർത്തഡോക്സ് സഭ, അങ്ങനെയുള്ള സഭകൾ കാതോലിക്കോസ് എന്ന് നമ്മുടെ ഹെഡിനെ വിളിക്കുന്നു. സഭയുടെ തലവൻ. Who was the first Catholicos? Who was the first Catholicos? ആദ്യത്തെ കാതോലിക്കോസ് ആരാ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ the first Catholicos of the Malagara Orthodox Church. Tell me. Saint Thomas. Saint Thomas was the first Catholicos of the church. He was the supreme head of the church and he established this ancient church. And we hold the heritage of, we proudly hold the heritage of Saint Thomas. And the ruling Catholicos, the present Catholicos, His Holiness Basilios Marthoma Paulus II, sit in the throne of Saint Thomas. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ പിൻഗാമി ഇന്ന് ഷിക്കാഗോയിലെ തൻ്റെ മകളെ സന്ദർശിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഈ 4 ഓർത്തഡോക്സ് സഭകളും സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല, we have the presence of the Marthoma, the clergy from the Marthoma Church, the CSA Church, Episcopal Church and all other churches of the Malayali congregation, Malayali churches here. They all celebrate with us and welcoming the Catholicos to the great city of Chicago. ഇന്നത്തെ മീറ്റിംഗ് നാം കൂടിയിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. മലങ്കരയുടെ കാതോലിക്കായിട്ട് ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ വളരുന്ന
എട്ടാമത്തെ കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ ഷിക്കാഗോ സിറ്റി സ്നേഹപൂർവം ബഹുമാന പുരസ്സരം ആദരപൂർവം സ്നേഹ ബഹുമാനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. പൗരസ്ത്യ കാതോലിക്കോസ് എന്ന് പറയുമ്പോൾ മറ്റ് കാതോലിക്കന്മാരും പോപ്പുമാരും ഒക്കെ അവരുടെ പേര് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ചെറിയ പേരാണ്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പോപ്പിന്റെ പേരെന്താ? പോപ്പ് തെയോദോറോസ് ഒരു പേരേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് കത്തോലിക്ക സഭയുടെ പോപ്പ് ഫ്രാൻസിസ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. നമ്മുടെ പേര് തിരുമേനിയുടെ പേര് ഇച്ചിരി ലോങ് നെയിം ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറയാനത് പ്രയാസമായിട്ട് വരാം. But you know the name of your Catholicos. What is that? His Holiness Basilios Marthoma Paulus II. യേശു ക്രിസ്തുവിന്റെ പാരമ്പര്യം മുതൽ പിതാക്കന്മാരുടെ പാരമ്പര്യവും പുതിയ തലമുറയുടെ ആവേശവും എല്ലാം ആ പേരിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ബസേലിയോസ് ആരോ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലങ്കര സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സിയുടെ വിശ്വാസത്തെ, അതിന്റെ വേദശാസ്ത്രത്തെ സഭയ്ക്ക് പറഞ്ഞു തന്ന വലിയ പിതാവാണ്. കപ്പദോക്യൻ പിതാവ് എന്ന് പറയുന്ന ആരാണത്? Basil the Great. Since we adopted the theology of Basil the Great as the basic theology of the Orthodox Church, we have all our Catholicos, their first name Basil, Basilios, and that is why all our Catholicos carries their first name Basilios. യേശു ക്രിസ്തുവിന്റെ പൈതൃകവും മാർത്തോമാ ശ്ലീഹായുടെ ശിഷ്യത്വവും അപ്പോസ്തോലിക നന്മരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന സഭയായതുകൊണ്ട് അത് മുഴുവൻ ഹൃദയത്തിലേറ്റി ഈ സഭയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പിതാവായതുകൊണ്ട് he carries his middle name, second name Marthoma, that is the Syriac rendering of Saint Thomas. That is why all our Catholicos carries their first name Basilios and second name Marthoma. മലങ്കര സഭയുടെ പൈതൃകം എന്ന് പറയുന്നത് മുഴുവൻ പേരിലും ആത്മാവിലും ഹൃദയത്തിലും എല്ലാം ആവഹിച്ച് ഈ സഭയ്ക്ക് കൈമാറി നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനായ പിതാവാണ് കാതോലിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് we have this long name for our Catholicos. അവസാനം അദ്ദേഹത്തിന്റെ പേഴ്സണൽ നെയിം പൗലോസ്. when Tirumeni was a layman or an urchin, his name was Paul, so he carries his final last name Paulos. Since we have another Paulos as the first Catholicos of the church, so that Paulos was the first Paulos. Paulos first and Tirumeni is the second. അതാണ് ദ്വിതീയൻ അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത്. ബസേലിയോസ് മാർത്തോമാ പൗലോസ് സെക്കൻഡ്. ഞാൻ ഇത്രയും പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ കൈമാറിക്കൊന്നോ. നമുക്കറിയാമല്ലോ ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതുണ്ട്. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതാണോ മാത്യു ചാപ്റ്റർ 28 ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റുണ്ടായി ക്രിസ്തു പറയുന്നു, go to the end of the world and baptize people in the name of Father, Son and Holy Spirit. That is the great commissioning. ആ കമ്മീഷനിങ് ഇന്ന് സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യം ഭാരതത്തിൽ വന്ന ലോകത്തിന്റെ അങ്ങേയറ്റത്തോളം പോയി സുവിശേഷം അറിയിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സുവിശേഷം അറിയിച്ച് ബാപ്റ്റിസം നടത്തുവാൻ തക്കവണ്ണം മാർത്തോമാ ശ്ലീഹ ക്രിസ്തുവിൽ നിന്ന് ഏറ്റെടുത്ത പൈതൃകം ഇന്ന് ഈ സഭയിലൂടെ ലോകത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചിരിക്കുന്ന മലങ്കരയുടെ ശ്രേഷ്ഠയുടേനെ ഷിക്കാഗോ ദേശത്തെ
4 ഇടവകകളും, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 4 ഇടവകകളും, അതോടൊപ്പം തന്നെ സുറിയാനി പാരമ്പര്യമുള്ള എല്ലാ ക്രൈസ്തവ സമൂഹവും ഒരേപോലെ ഹർഷാരവത്തോടെ, സ്നേഹബഹുമാനങ്ങളോടെ, ആദരവോടെ, ബഹുമാനപുരസ്സരം ഈ ഷിക്കാഗോ എന്ന് പറയുന്ന വലിയ പ്രശസ്തമായ പുരാതനമായ പട്ടണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ഈ പിതാവിന്റെ കരങ്ങൾക്ക് ശക്തി നൽകട്ടെ. ദൈവം കൂടെ ഇരുന്ന് കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. By the City Council of the City of Chicago, Illinois, presented by Alderman Anthony V. Napolitano and Alderman Patrick J. O'Connor on May 18, 2016. Whereas His Holiness Moran Mar Basilios Martoma Paulos II, Catholicos of the East and Malankara Metropolitan, the Supreme Head of the Malankara Orthodox Syrian Church of the East, the Indian Orthodox Church, and the 91st successor of the throne of St. Thomas, the Apostle of our Lord and Savior Jesus Christ, is coming to Chicago on June 29, 2016. And whereas the Malankara Orthodox Syrian Church of the East is as old as Christianity and has existed in India for the past 20 centuries, ever since St. Thomas the Apostle founded the church in AD 52. And whereas the designation Catholicos of the East to the successors of St. Thomas the Apostle was given by the Jerusalem Synod of AD 231, and whereas His Holiness is the true successor of St. Thomas and administrates the affairs of the church, sitting at the throne of Apostle St. Thomas as an autonomous ruler over an autocephalous church, and whereas the present headquarters is at Devilogam Armana, Kottayam, Kerala, India, and whereas the church has been recognized by all world Christian denominations, Roman Catholics, Protestant, and the Eastern and the Oriental Orthodox churches, along with the World Council of Churches as an independent, indigenous, and autocephalous church, and whereas the church now has faithful followers, clergy, bishops, and parishes in all over India, Malaysia, Middle East, Europe, Australia, Africa, America, and all over the world. And whereas the Chicago area parishes are privileged by the arrivals of His Holiness Moran Mar Basilios Martoma Paulos II, and will be holding a reception in his honor on July 2nd at St. Thomas Orthodox Church, located at 6099 Northcott Avenue in Chicago. Now therefore, be it resolved that we, the mayor and the members of the City Council of the City of Chicago, gathered in a meeting this 18th day of May 2016, and do hereby offer our heartiest best wishes to His Holiness, and hereby proclaim July 2nd, 2016 as Catholic Day in Chicago. And be it further resolved that a suitable copy of this resolution be prepared for presentation to His Holiness Moran Mar Basilios Martoma Paulos II, sealed by the City of Chicago and signed by Mayor Ron Emanuel and City Clerk Susana A. Mendoza. Jai Jai Catholicos! 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 We have greetings or Ashamsana to be given by His Grace Dr. Matthews Mar Severios, Metropolitan of Panagara West Diocese. His Grace is a well-known teacher and faculty member of the Orthodox Seminary in Kottayam. A philanthropist, he works relentlessly on multiple projects to help the poor. And His Grace is also serving as the Holy Episcopal Synod as its secretary. I request you come to the podium. Thank you.
ചിക്കാഗോയിലുള്ളവരെല്ലാവരും കൂടി പരിശുദ്ധ ഭാവാതിരുമേനിയെ ആദരിക്കുന്ന സമയത്ത് ഞാനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചിക്കാഗോ കമ്മ്യൂണിറ്റിയിലെ മെമ്പറല്ല. അപ്പം നിങ്ങളെയൊക്കെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഫെലിസിറ്റേഷൻ നടത്തുന്നത് എനിക്കറിയാൻ പാടില്ല. ഏതായാലും എനിക്കൊരു സന്തോഷം തോന്നിയത് മാത്രം പറയും. പക്ഷെ നാളിൽ അമ്മ പഠിപ്പിച്ചതും പിന്നീട് സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചതുമൊക്കെ സ്വർഗത്തിലാണ് യേശു ക്രിസ്തുവും കന്യാമറിയായ അപ്പോസ്തലന്മാരും ഒക്കെ എന്നാണ്. പക്ഷേ ചിക്കാഗോ സെന്റ് തോമസ് പള്ളിയിലോട്ട് വന്നപ്പോൾ ഇതാ സ്വർഗമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പണ്ട് താമറത്തിലെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ആദരിക്കാവായ ഇവിടെ ഉള്ളതുകൊണ്ട് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്നാണ്. പക്ഷെ എല്ലാവരും തിരിച്ചു പോകണം. എന്നാലും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ പ്രാവശ്യം വരാനുള്ള ഒരു സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. വിശുദ്ധ ഭാവാതിരുമേനി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ സഭയ്ക്ക് അനൽപമായിരിക്കുന്ന പുരോഗതികളുണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം മാത്രമേ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. കാതോലിക്ക ദിനത്തിൻ്റെ പ്രാർത്ഥനയും ആചരണവും അതിൻ്റെ ഫണ്ട് സമാഹരണവുമെല്ലാം ഏറ്റവും ഉയർന്ന നിലയിൽ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം മുൻകാലങ്ങളിൽ പരിശുദ്ധ ഭാവാതിരുമേനി കാതോലിക്കാതിന് ഫണ്ട് ശേഖരണം കൊണ്ട് സഭയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളെയും വലിയ സെമിനാരികളെയും ഒക്കെയാണ് വളർത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷമായി സഭയുടെ വലിയൊരു ദൗത്യ നിർവഹണത്തിന് തിരുമേനിയെ പുറപ്പെട്ടിരിക്കുക. പാവപ്പെട്ടവരായ ആളുകളെ എല്ലാ തുറകളിലും പല മേഖലകളിലെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ സാമൂഹിക പ്രവർത്തന രംഗത്തിലായിരുന്നാലും പല രംഗങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ കത്താണിയായി പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി അത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രചോദനം നൽകി സഭ അത് അപ്രകാരം പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് പറയുകയും സഭയ്ക്ക് ഒരു വർഷം ലഭിക്കുന്ന കാതോലിക്ക ദിനത്തിൻ്റെ നല്ലൊരു ഭാഗം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ ഭാവാതിരുമേനിയുടെ പ്രത്യേക ശ്രദ്ധ കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്രകാരം സഭയ്ക്ക് അതിൻ്റെ ഭിത്തികളെ ഉറപ്പിക്കുന്നത് പോലെ തന്നെ കയറുകളെ നീട്ടാനുമുള്ള യശയ്യാപ്രവാചകന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തന ശൈലി ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ചിക്കാഗോ പ്രദേശത്ത് വിശുദ്ധ ഭാവാതിരുമേനിയുടെ സാന്നിധ്യവും നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരുടെയും സന്തോഷമാണ്.
അതുപോലെ നിങ്ങൾക്കും വിശുദ്ധ ബാബാതിരുമേനി ഇക്കാര്യത്തിൽ പ്രാർത്ഥനാപൂർവം സഭയുടെ പ്രവർത്തനത്തിൽ സഭയുടെ നിർമ്മിതിയിൽ സഹായിക്കുവാൻ കഴിയും. അതിന് എല്ലാവരും പ്രാർത്ഥനാപൂർവമായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ഏറ്റവും പ്രാഥമികരായ അഭ്യുദയ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ചിക്കാഗോ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളി അതീവ സുന്ദരം ആയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഹാം അച്ഛനോടും, പ്രത്യേകിച്ച് ഇന്ന് അഭ്യുദയ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഇവിടെ എത്തുന്നതിന് ഇടയായത് ഈ ഇടവകയോടും കമ്മ്യൂണിറ്റിയോടുമുള്ള പരിശുദ്ധ ബാബ തിരുമേനിയുടെ പ്രത്യേക താല്പര്യം അതുകൊണ്ടാണ്. അവയെല്ലാം മുൻനിർത്തി ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും എക്യുമെനിക്കൽ കൗൺസിലിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഒരു സഭയുടെ പരമാധ്യക്ഷനോടൊപ്പം വേദി പങ്കിടാൻ ഒരവസരം ലഭിച്ചത്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി നാം ഈ കാലഘട്ടത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ മേലധ്യക്ഷൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വലിയ ദിശാബോധത്തോടുകൂടി എല്ലാവർക്കും നേതൃത്വം നൽകുവാനുള്ള പാഠവും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് മധ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തിലായി ഇരുന്നുകൊണ്ട് അവരുടെ എല്ലാ വികാരഭാവങ്ങളും സുഖദുഃഖങ്ങളും ഉൾക്കൊള്ളുവാനുള്ള വലിയ വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ ബാബ തിരുമേനി. അതുപോലെ എല്ലാവർക്കും പിന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വലിയ വിനയം ഉൾക്കൊണ്ടുകൊണ്ട് സഭയിൽ ആരും പിന്തള്ളപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന മഹത്തായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഏറ്റവും പ്രസിദ്ധനായ തിരുമേനി ഞങ്ങളുടെ 2 പിതാക്കന്മാരുടെയും സിറോ മലബാർ സഭയുടെ കത്തീഡ്രൽ ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെയും അതിലെല്ലാപരിയായി ചിക്കാഗോ എക്യുമെനിക്കൽ സഭകളുടെയും പേരിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുള്ള എൻ്റെ ആദരവും സ്നേഹവും ഭക്തിയും ഞാൻ പരസ്യമായിട്ട് ഇവിടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മുൻപോട്ട് വരികയായിരുന്നത് എക്യുമെനിക്കൽ കൗൺസിൽ പള്ളിക്ക് നൽകുന്ന ഉപകാരം ദയവായിട്ട് ഏറ്റുവാങ്ങുന്നു. Fathers, our eminent metropolitans, very reverend and reverend fathers and reverend clergy. It's already too late. Any sugar. The sugar is going down. Look at this beautiful church, gorgeous church. When I acquired the church in Oklahoma, I introduced the icons in that church. There was a lot of resistance. Nobody wanted to accept that. They are used to a picture of a very beautiful girl in the place of the Most Holy Mother. And I said no. And they said, they are going to look like human beings. Yes,
That's the beauty of icons. They are symbolic. Each line on these icons, they represent something. That's the Eastern custom. But anyway, I was a college professor. Every time when a student does a good job, I used to write on the answer paper, bravo. My brothers, my sisters, beloved children, bravo, bravo for a wonderful. Bravo again. Strictly speaking, I am not supposed to be here. I am part of the church. I am part of the welcoming team. But I don't know why they insist on me to talk to you. But anyway, the basic idea is to felicitate our Holy Father. Who is a Catholicos? 4 years ago, I went to the Catholic Palace and I asked His Holiness directly, Most Holy Father, who is a Catholicos? Do you remember Most Holy Father when I asked that question? I asked directly, I said I'm taking advantage of me being about 2 years older than him. And I directly asked him, who is a Catholicos? He laughed, he smiled. Then we were talking about the functions of a Catholicos. I don't want to get into that. He knows better than I do. Let me just point at one issue. There was some kind of confusion about who a Catholicos is. On the internet, there was some kind of confusion streaming. Some of our apostles, some of our hierarchs claimed that they are equal to a Catholicos. About a few years ago, when my son, he is in Virginia, he came to Chicago, and he is also a very analytic person. And he told me, Apacha, he calls me Apacha. We don't have any difference. We both possess the human nature, human essence. What is the difference? You were born a few years, maybe 30 years before I was born. So, fundamentally, essentially, our humanity is the same. So there is not much difference. Similarly, some began to claim that a Catholicos and an ordinary bishop is one and the same. And I asked my son, the difference is that you are my son and I am your father. So that part of human essence is different. Yes, the sacramental character of a Catholicos or a pope or a patriarch is the same as that of an ordinary bishop. However, God chose them. We took 3 hours to enthrone this Holy Father. What is the meaning of Catholicos, the universal Father? We don't have the time to go back into the history of the Catholic faith. Why did we take 3 hours to enthrone a Catholicos? I was watching all of it. A Catholicos is a universal father, a patriarch is chief among the fathers or the head of the fathers. There is a special grace for that particular enthronement. In the Syriac language, ordinations are called that of the priest and the bishop, siomido. But all the other ordinations are called
That is also an ordination. There are only 2 churches in the East that have a similar, an ordination-like ceremony, in the Armenian church and in the Syrian church. So in other words, although the sacramental character is one and the same, they possess special grace from God to be the head of the fathers, to be the arch-pastor of the whole church, and that's a special grace. So my brothers and sisters, I want you to clearly understand who a Catholic is. Actually, a Catholic is a patriarch. A Catholic is also called a Catholicos patriarch. One more distinction I would like to bring here. We have a lot of people are calling themselves Catholicoi in America, in India. When I went to give a speech at the World Peace Conference in Constantinople in 2003, I had the opportunity to stay with His Holiness Patriarch Saka at the Kurkumadera in Madrid. And I asked him, Your Holiness, you erected a Catholicate in India, right? He corrected me, he told me no. Did you enthrone a Catholicos of the East? No, he said. We erected a Mafrianate. That's what he told me. That's exactly what I was told. There is one more prelate who is claiming himself to be a Catholicos, but none of them is, in the strictest sense, the Catholicos that we have. What is the difference? None of them can claim to be the Catholicos of the East. We always, somebody mentioned here, is the Catholicos of the Malankara Church. No. He's also the Catholicos of the Malankara Church. He's the Catholicate of East. What is his East? East is the region east of the ancient Roman Empire. And his jurisdiction is extended all the way from the ancient Ctesiphon, Cilicia Ctesiphon, all the way to China and Japan, all the east. And Malankara is one of the regions under the Catholicos. So, if he is not the Catholic, if he is just the Catholicos of Malankara, he does not have the same position. I know, I'm sorry. So, the head of our church has a distinctive position. It's the Catholics of the East. Unfortunately, Eastern Christianity was lost many years because of the expansion of Islam. And there were no people there. But what is remaining now is basically the church in Kerala in India. Most Holy Father, we venerate you, we salute you. We love your presence. Extend your right hand like Moses and bless these children. Bless all of your children. Long live the Catholicos. ഈ മനോഹരമായ പരിശുദ്ധ ദേവാലയത്തില് മർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിനോടുന്ന 91ാമത്തെ പരിശുദ്ധ കത്തോലിക്ക ബാവ, കേരളത്തിൽ നിന്നുള്ള 8ാമത്തെ പരിശുദ്ധ കത്തോലിക്ക ബാവ, മൺമറഞ്ഞ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും ശോഭകളും നിറഞ്ഞതായിട്ടുള്ള പരിശുദ്ധ ബാവ ഇന്ന് ഷിക്കാഗോയിലെ എല്ലാ ഓർത്തഡോക്സ് മക്കളെയും അനുഗ്രഹിക്കുവാനായിട്ട് ഈ സമയത്ത് ഇവിടെ എഴുന്നള്ളിയതിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊള്ളുകയാണ്. പരിശുദ്ധ പിതാവേ, അഭിമന്യനായ സെവോറിയോസ് തിരുമേനി,
അഭിമന്യനായ അലക്സിയോസ് തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഷിക്കാഗോയിലെ 4 ഇടവകളുണ്ട്. ഒരു കാലത്ത് റെന്റിന് നടത്തിക്കൊണ്ടിരുന്ന ഇടവകളെല്ലാം ഇന്ന് 4 ഇടവകയ്ക്കും മനോഹരങ്ങളായിട്ടുള്ള ദേവാലയം ദൈവം നൽകി നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ വരവ് ഈ വളർച്ചയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാകും. അഭിമന്യനായ സേവ്യോസ് തിരുമേനി പറഞ്ഞതുപോലെ പരിശുദ്ധ ബാബാ തിരുമേനി ഈ സ്ഥാനമേറ്റതിന് ശേഷം സഭയ്ക്കുണ്ടായതായിട്ടുള്ള വളർച്ച, അത് അഭിമന്യ തിരുമേനിമാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ന് ഷിക്കാഗോയ്ക്ക് സൗഭാഗ്യം വന്നിരിക്കുകയാണ്. തിരുമേനിയുടെ പ്രസൻസ്, തിരുമേനിയുടെ പ്രാർത്ഥന, വാഴ്വുകൾ ഞങ്ങൾക്കെല്ലാവർക്കും, എല്ലാ ഇടവകകൾക്കും, വൈദികര്, പള്ളിയുടെ ഭരണവാദികൾ, എല്ലാ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹകരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 4 ഇടവകകളും ഭംഗിയായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ, ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അഭിമന്യനായ ഇടവക മെത്രാപ്പൊലീത്തായുടെ നേതൃത്വം, ഗൈഡൻസ് എല്ലാ ഇടവകകൾക്കും കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ അപേക്ഷിച്ച് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ശക്തി നൽകുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ ബാബായുടെ ഈ വരവ് ഷിക്കാഗോയിലെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ തിരുമേനി എഴുന്നള്ളി അനുഗ്രഹിക്കുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ശക്തി ആർജിച്ചുകൊണ്ട് വളരുന്നതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോയിലെ ആദ്യത്തെ ദേവാലയമാണ് സെന്റ് തോമസ് ദേവാലയം. അതിൻ്റെ വികാരി റവറൻ ഫാദർ ഹാം ജോസഫ് അച്ഛൻ. രണ്ടാമത്തെ ദേവാലയം ആണ് എൽമേഴ്സിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇടവക. അതിൻ്റെ വികാരി റവറൻ ഫാദർ സജീവ് ജോർജ് മാത്യു അച്ഛന്, അസിസ്റ്റന്റ് വികാരി തെജി എബ്രഹാം അച്ഛന്. അതിനുശേഷം ഉണ്ടായ ഇടവക സെന്റ് മേരീസ് ഇടവക, അതിൻ്റെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി ചാക്കോ അച്ഛന്. തുടർന്നുണ്ടായത് സെന്റ് ഗ്രിഗോറിയോസ് ബെലൂഡ് കത്തീഡ്രൽ, അതിൻ്റെ വികാരിയായിരിക്കുന്ന ബലഹീനനായ ഞാൻ, അതിൻ്റെ എല്ലാ മാനേജിങ്ങിൻ്റെ അംഗങ്ങൾ, ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, ഇടവക അംഗങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ പരിശുദ്ധ പിതാവിന് എല്ലാവിധ സ്നേഹവും ഞങ്ങളുടെ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ പാതാരബന്ധങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. His Holiness Basilius Bartholomew Paulus II, His Grace Alexios Alphidius, His Grace Matthews Severius, Reverend Fathers, the Vicar and President of our Church, Reverend Ham Joseph, Deacon George Puerto, and my dear brothers, sisters, and children in Christ. On behalf of St. Thomas Orthodox Church of Chicago, I want to take a moment to extend a very warm welcome to everyone, especially His Holiness Moranmar Basilius Paulus II Baba Triveni, who is the Supreme Head of the Malankara Orthodox Church of India and the Catholicos of the Apostle Throne of St. Thomas and the Malankara Metropolitan. What an amazing day! What a fantastic opportunity for us all to come together, members of all the sister churches from Chicago area and from parishes from other states, to share fellowship at the consecration of this beautiful church dedicated to our Apostle St. Thomas. Glory and praise to the Almighty. We thank
His Highness Baba Triveni for accepting our invitation and being here personally to bless on this auspicious occasion. We welcome all of you, members of the sister churches, visitors, guests, all priests and metropolitans, with open arms and a smile and fellowship, just as we look upon this special occasion today, as we welcome every other new day as yet another special gift from our Lord and Creator. May we see today as another wonderful opportunity to draw ever closer to the blessings of His grace and His light. As in the Bible, Psalm chapter 19, verses 105 says, quote, "Your word is a lamp to my feet and a light for my path." Quote. May God's virtue surround us all in His light. His word lights our paths and guide us as He illuminates our way. Thank you for sharing today with us. We hope that the fellowship and the presence of the Holy Spirit that we experience here today be with us or will continue to echo in your lives in the days and the years that lie ahead. Of an Orthodox church in Chicago. History was made in 1972, founding and laying the seeds to grow the Orthodox churches in Chicago. I felt it is important to mention the names of the people, if I can recall my memory, who were here at the beginning of our church, the so-called founding members. Of course, Reverend Father Kurian Thotupuram was a PhD student at that time. George Kuvathu, our dear Chamachan, Thomas Varghese, and some of the late members, late Mathaputi, late Ausapachan, late George Varghese, late Joseph Varghese, and the name goes on, who came in 1972, 73, 74, 75, so many. Some of are present here today. We are thankful to the past vicars, Reverend Father Kurian Thotupuram Koropiscopa, who was the first vicar of the church. Following that, Reverend Dr. Kurian following Dr. Kurian Koropiscopa, the church was led by Reverend Dr. Idukula Koropiscopa, Reverend Father Koshi Koropiscopa, and then Reverend Father Shlomo Isaac, and now we have Reverend Father Joseph. Above all, we pray our respect and thanks to our beloved Metropolitan at that time, Makarios Triveni, for founding the St. Thomas Church. Since then, members and priests of the Orthodox churches in this area grew in numbers, and now we have 4 big churches. But today is another day, memorable day in the history of the St. Thomas Church, when this large, beautiful place of worship is being consecrated as a permanent building, one and all church in the city of Chicago. Blessed and consecrated by His Holiness during his visit here. Ladies and gentlemen, what a blessing to have of our own Orthodox cemetery
the first cemetery to bury the members of the Orthodox Church in US. We hope eventually this cemetery will be for all of the Orthodox believers from all over the other sister Orthodox churches. We, the members of the St. Thomas Orthodox Church, Chicago, especially the senior members, along with the managing committee, Trustee Sergeant Varghese, Secretary Koshi George, Chairman of the Building Committee, Deacon George Kuvato, the Vicar and the President of Reverend Father Hamilton, are thankful to God for the abundance, grace and blessings showered upon us. It is the hard work and continued prayers with the tears of the dedicated members of the St. Thomas Church made this occasion an outstanding success and reality. Planning and concentrating on constructing a new church building. Working hard and concentrating to build a church building. But the will of God was different, better and greater. Oh, there is a better place for you. Go and purchase this beautiful place rather than constructing one. Today, having completed the work necessary to fully occupy this place, we can now dedicate this building and its functions to God. To dedicate something means you set it aside for use for special purpose, and today we will set aside this place as a house of God for worship and a place of refuge for those in need of spirituality and a place of comfort. As possible. Respected His Holiness Basileus Martoma Paulus II, His Holiness Marseverus Didmeni, His Holiness Alexios Marius Didmeni, Episcopa Hutchins, Chamachan, and my fellow acolytes, parents, children, and my brothers and sisters in Christ. It is an honor and privilege to share some thoughts with you on this blessed day. I especially want to thank Didmeni for coming, His Holiness Basileus Martoma Paulus II. It's amazing that you made it here safely and were able to join us for this special day. I want to share a little bit about the past, present, and future of our church. I've attended this church since I was pretty much in its inception, and as an altar boy in my youth, which taught me a lot about servant leadership. Been from Rogers Park, we used to call it Church on Greenwood, to Narragansett Church. And I fondly remember our beloved Koshiachin at the time sharing something with me that is a treasured memory that I would like to share that I really haven't shared with anyone. My father, who had passed away in 1986, was very close to Koshiachin. And when we were moving to the church on Narragansett in 1990, there was discussion about an item that Papa had donated. And since we were moving from the old church to the new church, some of the members said, hey, you know what, it's pretty old, let's get rid of it. But Koshiachin later shared with me that he decided that it should be kept because it had been donated by Papa, who was very dear to him. This sweet memory reminds me that this church was established by the Lord with the value of loyalty, which is still reflected in the character of our members today. I also remember when Hamachin first took over as our white guard in 2008, and he was speaking to our youth group for the first time, and he said to us, members, I'm a simple man, so don't expect great things out of me or to change things so fast. Anything we achieve as a church will be because of God and because of the work of the church members, and especially the youth. Through that statement, Hamachin reflected the quality of humility, which again is reflected in our church members. Finally getting us to this day required so much dedication and perseverance. I especially want to thank our dear Chamachin for leading us in persevering when other members also worked tirelessly. Our congregation is so grateful to the Lord God Almighty
for this new place to call our home. My family and I have been praying for this transition since January when we closed our church. We haven't always been able to be here to support this work, and many more in this group have done so much more than we have in terms of contributing time, talent, money, etc. But we have offered many prayers and asked many others to pray that this would not be just a physical transformation in terms of a new church, but a spiritual transformation. We have prayed steadfastly that the real transformation would be re-energized and reinvigorated body of Christ. We pray that we can form ministries that are lacking right now, such as a youth group for our teens, have more English Kurbana, and more. We also pray that we can support our parents who have given so much to this church during their golden years. Our children are the future of this church. If they are not fed spiritually here, they will not flourish spiritually. And that is our responsibility to them and to the Lord. I have a nephew named Joshua, and the name Joshua means new beginnings. This is our Joshua moment as the body of Christ. I want to close with a verse from the book of Romans 12, verses 4 through 5. For just as we have many members in one body, and all the members do not have the same function, so we, who are many, are one body in Christ, and individually members of one another. I think this verse reflects the character of our church. We are a diverse group with different ages, language preferences, and priorities for the church. But with the Lord leading us, we can work together to build up a church that reflects Christ and glorifies Him. The torch has been lit and passed. Now it is up to us, for all of us, to keep the flame going. I have a great hope for the future of this church, and I hope you all do as well. Thank you so much for this opportunity, and special thanks to Susan, George, and Prema for their input in helping me. It was very humbling to have been asked to speak. God bless you all. അഭിയന്തരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, മലങ്കര സഭയുടെയും മറ്റ് സഹോദരി സഭകളുടെയും വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യത്തിൽ നിറഞ്ഞ കുഞ്ഞുങ്ങളെ, 10 മണി തികയാൻ 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒട്ടും ദീർഘമേറിയ ഒരു പ്രസംഗം ചെയ്യാൻ എനിക്ക് താല്പര്യവുമില്ല, സമയം അനുവദിക്കുന്നുമില്ല. കാരണം മീറ്റിങ്ങിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഞാൻ തന്നെയായതുകൊണ്ടാണ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നത്. ഞാൻ ആദ്യം അമേരിക്കയിലേക്ക് വരുന്നത് 2007-ലാണ്. അതുവരെ അമേരിക്കൻ മണ്ണിലെ കാല് കുത്തിയില്ല, കുത്താനോട് തോന്നിയുമില്ല. വന്ന അവസരങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിരുന്നു. അന്ന് ആദ്യം പരിചയപ്പെടുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് റോയി അച്ഛനെയാണ്. അമേരിക്കയിലേക്ക് എങ്ങനെയാണ് പോകുക എന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ കൗണ്ടറിൽ വട്ടം കെട്ടി നിൽക്കുമ്പോഴാണ് ഒരു അച്ഛനാണ് എന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അച്ഛനാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. റോയി അച്ഛനെ അന്ന് അവിടെ നിന്ന് എൻ്റെ ഒരു ഗൈഡ് എന്ന നിലയിൽ ഷിക്കാഗോ വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു, മിസ് ചെയ്തു. ബോംബെ താമസിക്കേണ്ടി വന്നു. വളരെ മറന്നുപോകാത്ത ഒരു താമസമായിരുന്നു ഒരു ബോംബെ ഹോട്ടലിൽ വെച്ച്. അത് റോയി അച്ഛൻ ഒറ്റയ്ക്ക് പറയും, ഇവിടെ വെച്ച് പറയാൻ നിവൃത്തിയില്ല. ആ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എയർ ഇന്ത്യക്കാണ് വന്നത്. മലയാളിയുടെ സ്വഭാവം പോലെ തന്നെ അതും അല്പം ലേറ്റാണ് ഇപ്പോൾ. അതിനുശേഷം ഞാൻ ഒരിക്കലും എയർ ഇന്ത്യക്ക് വിദേശയാത്രകൾ ചെയ്തിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അന്ന് ഞാൻ ആദ്യം വന്ന് കാലുകുത്തുന്നത് ഷിക്കാഗോയിലാണ്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007
ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഫാമിലി കോൺഫറൻസ് ഉണ്ട്. ആ ഫാമിലി കോൺഫറൻസിലാണ് ആദ്യം ഞാൻ കയറി ചെല്ലാൻ ഇടയായത്. അപ്പോൾ ആരോ പറഞ്ഞു, ഓപ്പാർക്ക് പള്ളിയിലെ സ്റ്റുഡൻസിൻ്റെയോ യൂത്തിൻ്റെയോ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, 2-3 ദിവസത്തെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടികളെ കണ്ടു ഹായ് പറയാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി. ആ കുട്ടികൾ എവിടെയോ ഓടി ചെന്ന് എനിക്കൊരു വാച്ച് വാങ്ങി തന്നു. ആ വാച്ച് തന്നെയാണ് ഞാൻ ഇപ്പോൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഡയലുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമയം എത്രയാണെന്ന് ഒരു ഡയലും ഷിക്കാഗോ സമയം എത്രയാണെന്ന് മറ്റേ ഡയലും ഒരുമിച്ച് അമേരിക്കയിലേക്ക് പിന്നീട് വന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്, ഇന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ദീർഘമായ പ്രസംഗത്തിൽ നിന്നും ഞാൻ ഒരുങ്ങുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. ദേവലോകം മാൽമരം ചാപ്പലിലെ മിക്കവാറും എല്ലാ ദിവസവും ഒരുമിച്ച് നമസ്കാരത്തിന് വന്നു ചേരുന്ന പ്രിയപ്പെട്ട തമ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനാണ്. ആർക്കാണ് ഇവിടെ സ്വീകരണം കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വീകരണം നിങ്ങൾ തരേണ്ടതുമില്ല, ഞാൻ ഏറ്റുവാങ്ങേണ്ടതുമില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ സ്വന്തം ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ മക്കളും കൊച്ചുമക്കളും. ഒരുപക്ഷെ എന്നേക്കാൾ പ്രായമുള്ളവരെ ഇവിടെ ഉണ്ടാകാം. അവരും മക്കളുടെ ഗണത്തിൽ മാത്രമേ പെടുന്നുള്ളൂ. മലങ്കര സഭയുടെ ഒരു ശാഖ ചിക്കാഗോയിൽ 1 അല്ല 4 ശാഖകൾ ചിക്കാഗോയിലെ വളരുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. എനിക്ക് ഓർപ്പിക്കാനുള്ളത്, മലങ്കര സഭയിലെ മക്കൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നിരുന്നാലും അവരെ ദൈവത്തിൽ ആശ്രയിച്ച് സഭയുടെ വിശ്വാസം മുറുകെ പിടിച്ച് അധ്വാനിച്ച് ജീവിക്കാൻ ശീലമുള്ളവരാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഒരു യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, ഒരു ബൈബിളേ ഉള്ളൂ. യേശു ക്രിസ്തു 1, ബൈബിൾ 1. വിശ്വാസത്തിന്റെ വഴികൾ വ്യത്യസ്തങ്ങളാണ്. ഓരോ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾക്കും അതാതിൻ്റെതായ വഴികളുണ്ട്. പക്ഷെ ഇതെല്ലാം ചെന്ന് എത്തുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു യേശു ക്രിസ്തു, ഒരു ബൈബിൾ, വിശ്വാസത്തിന് അനവധി വഴികൾ. നമ്മുടെ മലങ്കര സഭയുടെ വിശ്വാസത്തിന്റെ വഴി ആദ്യം വെട്ടി തുറന്നത് പരിശുദ്ധ മാർത്തോമായാണ്. ആ വഴിയിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അല്പം പഴക്കമുള്ളത്, ഒരു പഴഞ്ചൻ വഴിയാണ് എന്ന് ഒരു പക്ഷേ ചിലർക്ക് തോന്നാം. ആ വഴിയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നേറണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ 4-ാം തീയതി പോകും ഇവിടുന്ന്. കൃത്യം 4 ദിവസം മാത്രമേ വരികയുള്ളൂ. ചിക്കാഗോയിലും അമേരിക്കയിലും ആണെങ്കിൽ പോലും. അതിൽ കൂടുതൽ നിങ്ങളോടൊപ്പം താമസിക്കാനോ കുറേ ദിവസങ്ങൾ കഴിയുവാനോ നിവൃത്തിയില്ല. ഏതായിരുന്നാലും നിങ്ങൾ വളരുന്നത് കാണുന്നതാണ് ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ സന്തോഷം. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ പലപ്പോഴും മനുഷ്യവംശത്തിൻ്റെ പൂർണ്ണ നാശത്തിന് വഴിതെളിക്കുമോ എന്ന് ഭയപ്പെടുന്നൊരു കാലമാണ്. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ആവശ്യം. മൂല്യങ്ങൾ നഷ്ടപ്പെടരുത്. എവിടെയൊക്കെ എത്തിപ്പെട്ടാലും അധ്വാനിച്ച് ദൈവത്തെ മറന്നു പോകാതെ വിശ്വാസത്തിന്റെ വഴികളിലൂടെ പിതാക്കന്മാർ സഞ്ചരിച്ച ആ വഴികളിലൂടെ മുന്നേറുവാൻ ഇവിടെയുള്ള എല്ലാവരും, മക്കളും കൊച്ചുമക്കളും വരാനിരിക്കുന്ന മക്കളും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഒരു ദേവാലയത്തിന്റെ നിർമ്മാണം ദൈവം നൽകുന്ന, തലമുറയ്ക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഇതെന്നും എപ്പോഴും എല്ലാവർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ
1972 ഇവിടെ ആരാധന അല്ലെങ്കിൽ ദേവാലയം ആരംഭിച്ചത് എന്ന് നേരത്തെ പ്രസംഗിച്ച സ്നേഹിതൻ പറയുകയുണ്ടായി. അപ്പോൾ ഈ ആരാധനാലയം നിങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നു. അത് നിർമ്മിച്ചു. ഈ ആലയം എങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ആരാധന ദൈവവുമായുള്ള രഹസ്യ സംഭാഷണം. ഈ ദേവാലയത്തിൽ വരുന്ന അതിനും കൂടിയാണ്. ആരാധിക്കണം. ആരാധന കൂടാതെ നമുക്ക് എന്തോ ചില രഹസ്യങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്, അതും പറയണം. അങ്ങനെ നിങ്ങൾ നല്ല മാതൃകയുള്ള ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സമൂഹമായി വളരണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഊഷ്മളമായ വരവേൽപ്പും അതുപോലെ നല്ല വാക്കുകൾക്കും ഒക്കെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. I would take more than 3 minutes. I was strictly told not to go after 3 minutes. Respected and our most distinguished chief celebrant of the day, His Holiness Basilis Marthoma Paulus to Catholicos of the Apostolic Throne of St. Thomas and Malagra Metropolitan. I have accepted our offer to come all the way from India in spite of Trimini's busy schedule for the consecration of a new church that begins on July 1st to July 3rd, 2016. I consider it a great privilege to propose a word of thanks today and to invite and to thank all the dignitaries that have come today. And we thank the Trimini for providing us all the moral support and guidance, and the Almighty God for keeping our Baba Trimini safe, healthy and productive in his vineyard. Trimini's presence today in this function have immensely enhanced his importance. I also take this opportunity to express a sincere thanks to His Grace Alexius Mar Eusebius, Southwest Diocesan Metropolitan, and also to His Grace Dr. Matthews Mar Severius, Diocese of Kannada West, and for accepting our invitation and guiding us in all our activities to ensure that we always do the right thing in the right way, and for all the moral support given to us. I also like to express my word of thanks to all the clergies that have come today, especially from the Ecumenical Council of Churches of Kerala, Chicago. My sincere thanks to the officials of the City of Chicago, Carmen Valdez, Assistant to the Commissioner, and also to Mr. Brian Bell and his team of US Customs and Border Protection for assisting our Baba Trimini and to escort to the gate and to pass the customs clearance within 10 minutes. I acknowledge our gratitude to the Vicar, Deacon George Bovatur, and the Managing Committee from all the 4 authorized parishes that have been with us today to help and guide us and to work as one team for making this program a very successful one. I thank all the media, and also, last but not the least, I thank each and every member of this church for all the volunteers and for a church that involved and for the willingness to take an opportunity to complete all the tasks assigned beyond the comfort zones. Thank you. Friday evening and Saturday. That is the consecration of the church and the historic blessed event. So, ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ